ടീച്ചേഴ്സും ഇന്ത്യ ഗവൺമെന്റും ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. നമ്മുടെ ടീച്ചേഴ്സും പേരൻസും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നിങ്ങൾ നമ്മുടെ കുട്ടികളെ സ്കൂളിൽ കൊണ്ട് വിടുമ്പോഴത്തേക്കിന് അത് നിങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എത്ര പേര് കണ്ണട വെച്ചിട്ടുണ്ടായിരുന്നു? 100-ൽ ഒരാൾ അല്ലേ? അവൻ നല്ല ബുദ്ധിജീവിയായിട്ട് നല്ല ക്ലാസ് ഒക്കെ വെച്ച് അവർ പഠിപ്പിച്ചായിരിക്കും അല്ലേ? അതല്ലേ നമുക്കറിയാവുന്നത്. അതേ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ സ്കൂളിൽ വിടുമ്പോഴത്തേക്കിന് എത്ര കുട്ടികൾ കണ്ണടയുണ്ട്? മിനിമം 5 പേർക്ക് അല്ല 10 പേർക്ക്, അതായത് ഒരു 30 പേര് ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് പോലും 5 അല്ല 10 പേർക്ക് കണ്ണടയാണ്. 5 വർഷം കഴിയുമ്പോഴത്തേക്കിന് അതൊരു 50% മാറും. 10 വർഷം കഴിയുമ്പോഴോ 90-95%. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ പവർ, ഞാൻ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്കൊരു 1 ടൈപ്പ് പവറെങ്കിൽ എല്ലാവരും പറയും എവറി ഇയേഴ്സ് പവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. 2ാം വർഷമാകുമ്പോൾ 2 ആവും, പിന്നെ 3 ആയി, 4 ആയി. അങ്ങനെ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴത്തേക്ക് എൻ്റെ കണ്ണടയുടെ പവർ 10 ഇതുപോലെ ഇരിക്കും. എങ്ങനെ ഉണ്ടായിരിക്കും? എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും നമുക്ക്. ഓക്കെ, നമുക്ക് ഇതിൽ വെച്ചിട്ട് നമുക്ക് വിഷൻ ഉണ്ടാക്കാൻ കുഴപ്പമില്ല. ഇങ്ങനെ ഇരിക്കുന്നതാണോ നല്ലത് അതോ ഇങ്ങനെ ഇരിക്കുന്നതാണോ നല്ലത്? ഇങ്ങനെ വെക്കുമ്പോൾ വിഷൻ ഇല്ലെങ്കിലോ? പണ്ട് വിഷൻ ഉണ്ടായിരുന്നു, ഇപ്പൊ വിഷൻ ഇല്ല. കാരണം മയോപ്പിയ മാക്കുലോപ്പതി, അങ്ങനെ പല പല പ്രോബ്ലംസ്. കുറച്ച് റെറ്റിന ഡിറ്റാച്ച് ആകുന്നു, അങ്ങനെ പല ഓപ്ഷൻസ് ആണ് ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ അതിനെന്ത് ചെയ്യാൻ പറ്റും? മയോപ്പിയ കൺട്രോൾ ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മുടെ പ്രിസ്ക്രിപ്ഷൻ കറക്റ്റ് ആയിരിക്കണം, അതും ഒപ്റ്റിമം കറക്ഷൻ ആയിരിക്കണം. സെക്കൻഡ്, നമുക്ക് മയോപ്പിയ കൺട്രോൾ ലെൻസസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഒപ്റ്റിമം കറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ഫോർ എക്സാമ്പിൾ ഒരു 2.5 ആണ് പവറെങ്കിൽ ഒരിക്കലും അണ്ടർ കറക്റ്റ് ചെയ്ത് 1.5 2 കൊടുക്കരുത്. അങ്ങനെ കൊടുക്കുന്നവർക്കെല്ലാം തന്നെ ഞാൻ കണ്ടെടുത്തോളം ഒരു 6 മന്ത് കൊണ്ട് വീണ്ടും 2.5 എന്നുള്ള 3.5 ഒക്കെ ആവാറുണ്ട്. അത് കറക്റ്റായിട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ മയോപ്പിയ കൺട്രോൾ ലെൻസസ് ഉണ്ട്. പിന്നെ എനിക്ക് ഇന്ത്യ ഗവൺമെന്റിനോട് പറയാനുള്ളത് മറ്റൊന്നുമല്ല, അടുത്തൊരു 10 വർഷം കഴിയുമ്പോഴത്തേക്കിന് ഇതുപോലുള്ള വിഷനുള്ള ആൾക്കാരെയാണ് നമുക്ക് സോൾജിയേഴ്സായിട്ട് വേണ്ടത്. ഇപ്പോഴേ അതിനെ ടേക്ക് കെയർ ചെയ്യണം. പല പൊളിറ്റിക്സ് ക്യാമ്പയിൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. കണ്ണിന്റെ വിഷന് വേണ്ടിയിട്ട് കറക്റ്റായിട്ട് ക്യാമ്പയിൻ ചെയ്തു പോയില്ല എങ്കിൽ അടുത്ത 10 വർഷം കഴിയുമ്പോൾ ഇപ്പൊ പഠിക്കുന്ന 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെല്ലാം തന്നെ സ്പെക്സിലോട്ട് പോകും. അപ്പം എന്ത് റൂൾസ് ആണുള്ളത്? ഇപ്പൊ റൂൾസ് ഉണ്ട്, വിഷൻ ഉള്ളവർക്ക് മാത്രമേ സോൾജിയേഴ്സ് ആകാൻ പറ്റത്തുള്ളൂ. അന്ന് ഈ റൂൾസ് എല്ലാം മാറ്റേണ്ടതായിട്ട് വരും. കാരണം വിഷനുള്ള ആൾക്കാർ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് റിക്വസ്റ്റ് ആണ്. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റും പേരൻസും ടീച്ചേഴ്സും എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് ഒരു വിഷൻ ക്യാമ്പയിൻ ചെയ്യണം. ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത്, എത്ര പറഞ്ഞാലും നമ്മൾ ടീച്ചേഴ്സ് എത്ര പറഞ്ഞിട്ടായിരിക്കും നമ്മളൊന്ന് കേൾക്കുന്നത്. ഞാൻ ഈ മയോപ്പിയെ പറ്റി തന്നെ ഒത്തിരി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. വീണ്ടും വീണ്ടും ചെയ്യുന്നത് ഇപ്പോഴും ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. എല്ലാവരും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, ഒരാളല്ല, എല്ലാവരും ചെയ്ത് ഇതുപോലുള്ള പവേഴ്സ് ആവാതിരിക്കട്ടെ. ഈ പവർ വെക്കുന്ന ഒരു കുട്ടീൻ്റെ പേരൻ്റ് ഉണ്ടെങ്കിൽ ആ കണ്ണടയൊന്ന് മേടിച്ചിട്ട് നിങ്ങൾ ആ കണ്ണട വെച്ച് മുഖത്ത് ഇങ്ങനെ വെച്ചിട്ട് ഭൂമിയെ ഒന്ന് കണ്ടു നോക്കുക. അവർ ആ ഭൂമിയെ കാണുന്നത് ഇങ്ങനെയാണ്. അപ്പോഴേ ഒരു പേരൻസിന് മനസ്സിലാകത്തുള്ളൂ ഒരു സ്പെക്സ് വെക്കുന്ന ഒരാളുടെ ബുദ്ധിമുട്ട്. കാരണം ഇത് വെക്കാത്ത ഒരു പേരന്റ് ഒരു ആളുടെ കണ്ണട ഈ വിഷൻ അറിയണമെന്നുണ്ടെങ്കിൽ ആ കണ്ണട എടുത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കും. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അവരെന്തുമാത്രം ബുദ്ധിമുട്ടുന്നുണ്ട്. ഞാനൊരു ബിസിനസ്സുകാരാണ്, പക്ഷെങ്കിൽ പവർ വെക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല. എനിക്ക് വളരെ വിഷമമാണ്. നാളെ എൻ്റെ കുട്ടികൾ വളർന്നു വരുവാണ്. മൊബൈലിൻ്റെ ഉപയോഗം വളരെ കുറയ്ക്കുക. ദയവ് ചെയ്ത് ഓൺലൈൻ ക്ലാസ്സസ് വെക്കാതിരിക്കുക. ഈ ഓൺലൈൻ ക്ലാസ് വെച്ച് പേരൻസിൻ്റെ അടുത്തൊരു വാട്സപ്പിൽ മെസ്സേജ് വരുമ്പോഴത്തേക്ക് കുട്ടികൾ ആദ്യം പോയി മൊബൈലിൽ നോക്കും, പിന്നീട് ആ മൊബൈലിലോട്ട് അങ്ങ് പോവുക ചെയ്യുന്നത്. അപ്പം അതിനൊരു സാഹചര്യങ്ങൾ ഒരുക്കാതിരിക്കട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു സോ മച്ച്.